അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. സെയ്ദിൽ ചെറുപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബികളെ, നമ്മളിന്ന് പുതുക്കോട് പഞ്ചായത്തിലുള്ളത്. ഇതിന്റെ പുറകിൽ കാണുന്ന വീട് 19.5 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് അടിച്ചാപ്പൊളി വീട്. അതിന്റെ ഉള്ളിലാണെങ്കിൽ നല്ല മാമ്പഴം ഉണ്ട് കേട്ടാ. മാമ്പഴം ഉണ്ട്, ഞാൻ ഒന്ന് കഴിച്ചു അതാ പറയണത്. അതുപോലെ തന്നെ കശുമാവുണ്ട്, തെങ്ങുണ്ട്, പ്ലാവുണ്ട്, പുളിയുണ്ട്. ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട്. മാത്രമല്ല മദ്രസ തൊട്ടത്, ഒരതിര് മദ്രസ, അതിന്റെ ഒരതിര് സ്കൂള്, അതേപോലെ പള്ളി, എല്ലാം ഇതിന്റെ ചുറ്റുവട്ടത്താണ്. എവിടേക്കോ അങ്ങ് ഓടേണ്ട ആവശ്യമില്ല, ഒക്കെ തൊട്ടതാണ്. കണ്ടേ ഹബീബിങ്ങൾ? നല്ല രണ്ട് സൈഡ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വലിയൊരു വീട് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം. വിലയിൽ ചെട്ടൊന്നും വേണ്ടിട്ടില്ല, വിലയൊക്കെ വളരെ കുറവേ ഉള്ളൂ കേട്ടോ. 70 80 ഒന്നുമില്ല, ഇതിലൊക്കെ കമ്മിയാണ്, ഒരുപാട് കമ്മിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം. അപ്പൊ ഹബീബിങ്ങളെ, ബസ് റോഡിൽ നിന്ന് ആകെ ഒരു 100 മീറ്റർ എടുക്കുള്ളത്. എല്ലാ വാഹനത്തിനും വരാം. ഈ കാണുന്നതാണ് നമുക്ക് ഇവിടുത്തെ സ്കൂള്, അല്ലേ? LP സ്കൂളാണ് ഇത് കേട്ടോ. അതിന്റെ പുറമെ ഹയർ സെക്കൻഡറി മദ്രസ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. നല്ല സൂപ്പർ മതിൽ, 4 പുറം ഇതുപോലുള്ള മതിൽ. ഈ മതിലിന് നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ടോ അല്ലേ? ഇതേപോലുള്ള മതിൽ നമുക്ക് 4 പുറം കാണാം, 2 സൈഡ് റോഡ് കാണാം. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നല്ല വലിയൊരു വീടാണ്. ഈ സൈഡ് റോഡുണ്ട് കണ്ടോ. ഇതാണ് മദ്രസ. ഈ മദ്രസ ഈ സൈഡിൽ കൂടി റോഡ്. അപ്പോൾ ഒരു സൈഡ് മദ്രസ, ഒരു സൈഡ് നമുക്ക് സ്കൂള് ഒക്കെ ഉണ്ട്. ഇത് കൂടെ സൈഡിൽ കൂടെ റോഡുണ്ട്, ബാക്കിൽ വീടുകളാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാണിച്ചു തരാനുള്ളതുകൊണ്ട് ഫുള്ള് ഇങ്ങനെ കാണിക്കില്ല. പുറം ഈ ഉൾഭാഗമാണല്ലോ നമുക്ക് കാണേണ്ടത്. ഉൾഭാഗത്തേക്ക് ഒന്ന് കയറാം. നേരെ ഉണ്ട് പോരെ. കൊണ്ട് പോകുന്നപ്പോൾ തന്നെ കാണാം കശുമാവ് കണ്ടേ, തൊടിയിൽ മാവ് കശുമാവ് രണ്ടും ഉണ്ട്. വലിയൊരു ഗേറ്റ്, നമ്മുടെ വാഹനം ഇവിടെ നിൽക്കുന്നുണ്ട്. ഏറ്റവും വലിയ വാഹനങ്ങൾക്കൊക്കെ കയറാം. നല്ല ഗേറ്റാണ്, വലിയ ഗേറ്റാണ് കേട്ടോ. 12 അടിൻ്റെ ഗേറ്റ്. ഇങ്ങനെ കാണുന്നുണ്ടോ കോമ്പൗണ്ട്. ഇടതുഭാഗത്തേക്ക് മാവുകളാണ്. ആ മാവുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അവിടെ തെങ്ങുണ്ട്, തെങ്ങ്, മാവ്. ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. ഇടതും വലതും കാണിച്ചു കൊടുക്കും. വലതുഭാഗം കാണിച്ചു കൊടുക്കും. വീട്ടിൽ കയറുമ്പോൾ വലതുഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കശുമാവുണ്ട്, മാവുണ്ട്, എല്ലാം ഉണ്ട്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട് അല്ലേ? മുരിങ്ങ ഉണ്ട് ഇവിടെ. എല്ലാം ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട്. കറുവേപ്പിൻ്റെ തൊട്ടിട്ട്, ചീനമുളക് തൊട്ടിട്ട് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് പോരെ. കറ്റാർവാഴ. ഇങ്ങോട്ട് വരി. മാവ് ഇങ്ങോട്ട് വരി. 4 പുറം മതിൽ, നല്ല മതിലാണ് കേട്ടോ. മുരിങ്ങയാണിത് അല്ലേ? തെങ്ങ് അപ്പുറത്തും മുരിങ്ങ അപ്പുറത്ത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് തെങ്ങുണ്ട്, ഒരുപാട് തെങ്ങുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് നല്ലോണം തെങ്ങുണ്ട് കണ്ടോ. അതുപോലെ തന്നെ നല്ല മാവ്. ഈ മാവുമ്പലത്ത് മാങ്ങ നമ്മൾ തിന്നത് ഇനിയും പൊട്ടിക്കാൻ ഉണ്ട് അവിടെ കിടക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിലൊക്കെ മതിൽ, 4 പുറം വീടുകൾ കേട്ടോ. 19.5 സെന്റാണ്. 19.5, 20 ഒരു 1/2 സെന്റ് കമ്മി. ഈ ഭാഗത്തുകൾ വന്നു കഴിഞ്ഞാൽ കുരുമുളകിന്റെ വള്ളി അടക്കം ഇതിലുണ്ട്. വീടിന്റെ ബാക്ക് വശം ഒന്ന് കാണിച്ചു കൊടുക്ക്. അലക്കാനുള്ള കല്ല് കാണിച്ചു കൊടുക്ക്. വീടിന്റെ പുറകിൽ അലക്കാനുള്ള കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 4 പുറം കാണാം നമുക്ക് കേട്ടോ. സൗകര്യങ്ങൾ അനവധി ഉണ്ട്. ഇത് കുഴൽക്കിണർ തോന്നുന്നുണ്ട്. കിണർ സൗകര്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് പുളിയുണ്ട്, പുളി. ഇതാണ് പുളി. ഇവിടെ 2 പുളികളുണ്ട് ഈ ഭാഗത്ത് അല്ലേ. മാവ് നല്ല തൊടിയാണ്, നല്ല സമചതുരമായിട്ടുള്ള സ്ഥലമാണ്. ബാക്കിലൊക്കെ വീടുകൾ സമചതുരമായിട്ട്. മാത്രമല്ല നമുക്ക് ബാക്കിൽ കൂടെ ഉണ്ട് കേട്ടോ കോണി മേലേക്ക് കയറാൻ. ഉള്ളിൽ പുറമുണ്ട്, പുറത്ത് വേറുണ്ട്. ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുക അവിടെ മേലെ, അങ്ങനെയും ചെയ്യാം. ഇങ്ങോട്ട് വരിക. ഈ വീടിന്ന് കാണിച്ചു കൊടുത്താൽ, ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ ഫുള്ള് കാണിച്ചു കൊടുക്കും. നല്ല കിടിലം വീടാണേ. എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും. 19.5 സെന്റ് സമചതുരം മതില്. ഇതിൽ കുഴൽ കിണറല്ലേ? വേറെ കളറുണ്ടോ? അല്ലല്ലോ.
ഏത് പൈപ്പ് ലൈനാ? പൈപ്പ് ലൈനും കോയൽ കിണറും അല്ലേ? ഏത് അത് ആ ഓഹോ ആ കാര്യമില്ല. ആ പൈപ്പ് ലൈനിന്റെ വെള്ളം കട്ട് ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ? ആ ആ അപ്പം നമുക്ക് കാർ പോർച്ചാണ് ആദ്യം കിട്ടുന്നത്. കാർ പോർച്ചിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ഗ്രാനൈറ്റ് ആണുള്ളത് അല്ലേ? ഗ്രാനൈറ്റ് ആണ്. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് ഗ്രാനൈറ്റിന്റെ ചെയ്തിരിക്കുന്നത്. നല്ല വിശാലമായ വലിയൊരു സിറ്റ് ഔട്ട്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഒരു 10-20 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ട്. ഈ സൈഡും ആ സൈഡും പോലെ ഉണ്ടോ. ഡോറൊക്കെ കാണിച്ചു. അടിപൊളി ഡോറാണേ. 4 ഡോറ് കട്ട്ള നല്ല തേക്കിൽ കൊത്തിപ്പണി എടുത്താണ് അല്ലേ? ഹബീബിൽ കാണണം. വലിയൊരു സിറ്റ് ഔട്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഈ വാതിലോട് തുറന്നിട്ട് പ്രവേശിച്ചു കഴിഞ്ഞാലേ കട്ടിലെന്ന് കാണിച്ചെടുത്ത കട്ടിലിൻ്റെ നല്ല വീതിയിലുള്ള നല്ല തേക്കിന്റെ കട്ടിലുണ്ട്. ഇതിന് തന്നെ നല്ലൊരു പൈസ ഒന്നുണ്ടാവും. അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ ഹബീബിങ്ങൾ കാണണം. ഇതാ ഇവിടെ നല്ല സിറ്റിംഗ് ഹാളും ഡൈനിങ് ഹാളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നമുക്ക് സിറ്റിംഗ് ഹാള്, അപ്പുറത്ത് ഡൈനിങ് ഹാള്. അപ്പൊ ഈ സിറ്റിംഗ് ഹാളിന്റെ നല്ല വലിയൊരു സൗകര്യമാണ്. ഒരു 16 വലുപ്പമാണ് കണ്ടിട്ട് ഞങ്ങള്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ് ഹാള് കാണണം കേട്ടോ. അപ്പൊ ഈ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, റൂമിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ആദ്യം നമുക്ക് ഈ റൂം ഒന്ന് കാണാം. ഈ റൂം കണ്ടറിയാം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ. കാണണം ഹബീബിങ്ങളെ, നല്ല വലിയ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമാണ്. മാത്രമല്ല അലമാര കാര്യങ്ങളൊക്കെ അതുമാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. വലിയ ബാത്റൂമാണല്ലോ. നോക്കിയേക്കാം, കാണിച്ചൊക്കെ വലിയ ബാത്റൂമാണ്. അലമാര സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇതില് കണ്ടോ. ഹബീബിങ്ങൾ കാണണം. ഇത് നല്ലൊരു സെറ്റപ്പ് പണിയാണ് കേട്ടോ. ഈ അലമാരേ നല്ല സെറ്റപ്പ് പണിയാണ്. ഇതുണ്ടെങ്കിൽ നല്ല സൗകര്യത്തിൽ വലിയ അലമാരയാണ്. അപ്പോൾ ഒരു ബെഡ്റൂം നിങ്ങൾ കണ്ടു, അത് വലിയ ബെഡ്റൂം. ഇനി അടുത്ത ഇതിനോട് ചേർന്നിട്ട് ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. അടിഭാഗം കാണിച്ചു കൊടുക്കും, നല്ല പറക്കത്. അടുത്തൊരു ബെഡ്റൂം. ഇതിലും അലമാര സെറ്റ് ഉണ്ട്. ഇതിൽ ബാത്റൂം ഇല്ല കേട്ടോ. ഈ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇതില് ബാത്റൂം ഇല്ല. അപ്പോൾ ഒന്നിലാണ് അറ്റാച്ച് ബാത്റൂം ഉള്ളൂ നമുക്ക് താഴത്ത്. മുകൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ വീണ്ടും നമ്മൾ ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഹാള് കണ്ടു. ഡൈനിങ് ഹാള്, അതിനോട് ചേർന്നിട്ട് ഇവിടുന്നാണ് കിച്ചൺ. കിച്ചൺ ടാറ് കിച്ചണാട്ടാ. കിച്ചൺ നല്ല വലുപ്പമുണ്ട്. ഇവിടെയൊക്കെ നല്ല വർക്ക് തന്നെ ചെയ്തിരിക്കണ്. അതുപോലെ തന്നെ നമുക്ക് റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മേലെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ഇത് തന്നെയാണ്. ആള് താമസം ഇല്ലാത്തത് കൊണ്ട് ഫ്രിഡ്ജിലൊന്നുമില്ല. അല്ലേ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ. ഇങ്ങനെ ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് വർക്ക് ഏരിയ കാണണം കണ്ടോ. ഈ വർക്ക് ഏരിയ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ്. ഇതാണ് വർക്ക് ഏരിയ. സാധാ അടുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ കണ്ടോ. ആ സാധാ അടുപ്പൊന്ന് കാണിച്ചു കൊടുക്ക്. അമ്മിക്കുട്ടിൻ്റെ കൂടെ കേട്ടോ. കേട്ടോ അമ്മിക്കുട്ടിൻ്റെ കേട്ടോ. ഈ അമ്മിക്കുട്ടിമ്മയാണ് മഞ്ഞൾ കൊത്തമ്പാരി അമ്മിമ്മലി ഇട്ടേറ്റ് നീട്ടിയരച്ചോവർ കേട്ടോ. തങ്ങളൂര ഇവിടെ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ അടുക്കളയിൽ പുറത്ത് കിടക്കുന്നിടത്ത് ഷീറ്റ് ഇട്ടിട്ട് അലക്കല്ല അവിടെയാണ്. ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ അഞ്ഞിപ്പോ കൂട്ടൊക്കെ കൂട്ടിനാ തുറക്കണ്ട. ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തായി. അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂം കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം മാത്രമല്ല ഇവിടുന്ന് നമുക്ക് ഇതുണ്ടോ ഡൈനിങ് ഹാളിലേക്ക് എൻട്രൻസ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അതൊന്ന് കാണിച്ചു കൊടുത്താൽ ഇതിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് എൻട്രൻസ് വെച്ചിട്ടുണ്ട് ഉണ്ടോ. അപ്പൊ ഡൈനിങ് ഹാളിൽ കൂടി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം, എങ്ങനെയും പോവാം. രണ്ട് സൗകര്യമാണ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ വരിക. അതേപോലെ പോരട്ടെ വീഡിയോ. ഇനി നമുക്ക് മുകളിലേക്ക് ഒന്ന് കയറാം. മുകളില് അത് താഴത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ആയിക്കോട്ടോ. താഴത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ആയിക്കോളിട്ടാ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മേലേക്ക് വരിക. മേലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാള്, അതിമനോഹരമാം ഹബീബിങ്ങളെ കാണണം ആണോ. ഇവിടെ നല്ല സൗകര്യം കേട്ടാ. ഇവിടെ നല്ല സൗകര്യമാണ്. വലിയൊരു ഹാള് കണ്ടില്ലേ നിങ്ങള്.
പൊന്നര ഹബീബികളെ ആളെന്ന് കാണിച്ചു കൊടുത്ത ആളിന്റെ വലിപ്പം ഒന്ന് കാണിച്ചു കൊടുത്താ. ഞാൻ വിചാരിച്ച ഇവിടെ ഒന്നുമില്ലെന്നാണേ. ഇവിടെ അതിലേറെ സൗകര്യ ഉണ്ടോ ആള്. ഇവിടെ ഇപ്പൊ എന്താ സംഭവം, ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ, ഓപ്പൺ ടെറസ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും 2 ബെഡ്റൂം. ആ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുത്താ, ആ തലക്കലെ ബെഡ്റൂം കാണിച്ചു കൊടുക്കുക. ആ റൂം കാണിച്ചു കൊടുക്കുക. ഇവിടെ ലൈറ്റ് ഇല്ല ഈ ബെഡ്റൂമിൽ, അത് കാണിച്ചു കൊടുത്താ. ആ ബെഡ്റൂമിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം താഴത്തെ അതേപോലെ തന്നെ. ഇതിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ബീബിങ്ങള്, ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഉണ്ടോ ഇവിടെയും ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമിൽ ലൈറ്റ് ഉണ്ട്, അവിടെ ആ ട്യൂബ് കത്തുന്നില്ല. അപ്പൊ വാങ്ങുന്ന ആളുകൾ ആ ട്യൂബ് മാറ്റേണ്ടി വരും അല്ലേ. ഇവിടെ ഉണ്ട് താഴത്തെ അതേപോലെ തന്നെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഹബീബിങ്ങൾ കാണുക കേട്ടോ. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാലേ ഇതൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് ബാൽക്കണി, അവിടെ ഒരു ബാത്റൂമാ. ഇവിടെ ഒരു ബാത്റൂമാണെന്നോ നോക്കാം അല്ലേ. ഇവിടെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കൊടുത്തിട്ടോ. കോമൺ ആയിട്ട് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ടെറസ് ബാക്കിൽ കോണിയൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ലോക്ക് ചെയ്തിരുന്നു, ചാവി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ കാണണം, താഴെ മോളും ഇവിടെ 2200 സ്ക്വയർ ഫീറ്റ് അടിച്ചാപ്പൊളി വീട്. ഇനി നമുക്ക് ബാൽക്കണിയെ കാണാനുള്ളത്. ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ റോഡിലേക്ക് നല്ല കാഴ്ചപ്പാടാണ് ആണോ. മാത്രമല്ല നല്ല പച്ചപ്പുള്ള സ്ഥലം എല്ലാം ഉണ്ട് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ. അപ്പൊ ഇത് ഞാൻ സ്ഥലം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. കണ്ണമ്പ്ര, പുതുക്കോട് എന്നൊക്കെ പറയില്ല, ആ ഏരിയയിലാണ്. മാത്രമല്ല ഇവിടെ നമുക്ക് പൊറ്റ ഇവിടെ അടുത്താണ് പൊറ്റ. അതുപോലെ തന്നെ കാളിയറോടും മക്കാമ് ഇവിടെ അടുത്താണ്. അതിന് പുറമെ ഇവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊക്കെ വിശദീകരിച്ച് അതിനെ കുറിച്ച് നമുക്ക് പുറമെ സംസാരിക്കാം. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് കണ്ടു നിങ്ങൾ പുതുക്കോട് പഞ്ചായത്തിലുള്ള കേട്ടോ. പുത്തിരിപ്പാടം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ സിയാർത്ത് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പൊ പുത്തിരിപ്പാടം പള്ളിയുടെയൊക്കെ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ നമുക്ക് കാളിയറോട് മക്കാമത്തിന്റെ അടുത്താണ്, എളനാട് അടുത്താണ്. അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ട്. ഇത് പാലക്കാട് ജില്ലയല്ലേ? യെസ്, പാലക്കാട് ജില്ല തൊട്ടടുത്താണ് തൃശ്ശൂർ ജില്ല. അപ്പൊ പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ ആർക്കും മേടിക്കാവുന്ന, കാരണം പള്ളി, മദ്രസ, സ്കൂൾ, അമ്പലം തുടങ്ങി എല്ലാ വിഭാഗക്കാർക്ക്, ക്രിസ്ത്യൻ ചർച്ച്, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് കൂടെ ഉണ്ട്. ടൗണിലേക്ക് അടുത്താണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ താലും കാണാൻ വരുമ്പോൾ മുൻകൂട്ടി വിളിച്ച് അറിയിച്ചിട്ട് വേണം വരാൻ. കാരണം ഇത് തുറക്കണമെങ്കിൽ ചാവി വേറൊരു ഭാഗത്ത് വന്നിട്ട് വേണം, നമ്മൾ വേറൊരു ഭാഗത്ത് വന്നിട്ട് വേണം. മാത്രമല്ല ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ അവർ 70 ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ഇൻഷാല്ലാ നമ്മൾ ലാസ്റ്റ് ഒരു 60 രൂപയിലേക്ക് കൊടുന്ന് എത്തിച്ചിട്ട് 60 ലക്ഷം രൂപയ്ക്ക് ഈ സ്ഥലത്തിനും ഈ വീടിനും. ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്ന് വന്നിട്ട് വില അന്വേഷിക്കുക. ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് 2 റുപ്യ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക, എന്നിട്ട് നിങ്ങൾ മേടിക്കുക. എന്തായാലും ഇങ്ങനെ വീട് കയറ്റണമെങ്കിലും അതുപോലെ കാശ് വരും അല്ലേ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത്ര വലിയൊരു വീട് ഇപ്പൊ കയറ്റണമെങ്കിൽ ആ വീടിന് മാത്രം നമ്മൾ ചിലവഴിക്കേണ്ടി വരും 45-50 ലക്ഷം. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഇങ്ങനെയുള്ള നല്ല വർക്കിൽ അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇതിന് 60 ലക്ഷം റുപ്യ കേട്ടോ. ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ആകാണ്ടോ നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. തീർത്തും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം ഇത്രയും നല്ലൊരു വീട്, 20 സെന്റ് സ്ഥലം, ഇതിലാണെങ്കിൽ പറങ്കിമാവ് തൊട്ടിട്ട് പശുമാവ് തൊട്ടിട്ട് മറ്റുള്ള മാവുകളുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, എല്ലാം പുളിയുണ്ട്, ഒരു വീട്ടിലേക്ക് വേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ ഇൻഷാല്ലാ എൻ്റെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും. മായസ്സലാമ.